എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാഗയുടെ നാഗ സ്വന്തം മനസ്സിനെ കണ്ടെത്തിയതിനെ അവിടെ വിവരിച്ച് പകർത്തി അവിടെ വയ്ക്കുകയാണ്. എന്നാൽ ഇത് മറ്റൊരാളെ അനുകരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒന്നും അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു കമൻറ്റ് എഴുതി, ആ കമൻറ്റ് എഴുതിയിട്ട് അത് വായിക്കുമ്പോൾ അതിന് അതിൻ്റേതായ മറുപടി കൊടുക്കുന്നത് അവർ എവിടെ നോക്കി പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളോ അങ്ങനെയൊന്നും തന്നെയല്ല, അവരിലേക്കൂടി വരുന്ന വാക്കുകളാണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നാഗയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളത്, ശരിക്കും ഈ ജീവിതത്തിൽ നമ്മളെല്ലാം നേടുന്നുണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ ഒന്നും നേടാതെയും ഉണ്ടെന്ന് വിചാരിക്കുക. സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാതെ, സ്വന്തം ചിന്തകളെ മനസ്സിലാക്കാതെ മറ്റെന്ത് നേടിയിട്ടും ഈ ജന്മത്തിൽ ഒരർത്ഥവുമില്ല. സ്വന്തം മനസ്സിനെ കണ്ടെത്തുന്നതോടുകൂടി ആരിലോട്ടും തർക്കത്തിന് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വിമർശിക്കാൻ അങ്ങനെയൊന്നും പോവാൻ തോന്നത്തില്ല. ഒരു സമാധാനമായി ശാന്തപരമായിട്ട് ജീവിക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഈ വർത്തമാനം ഞാൻ പറയുന്നത് പോലും ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ആരെങ്കിലും മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരാളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ഏറ്റവും നല്ലത്. ഇപ്പം നാഗ തന്നെ ഒരുപാട് മോട്ടിവേറ്റർ അതുപോലെ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ കമൻറ്റ് തന്നെ ഞാൻ കാണുമ്പോൾ പലരും പറയുന്നു എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ നാഗയുടെ വീഡിയോസ് എടുത്ത് കാണുന്നു, അങ്ങനെ ഇന്ന് ലൈവിൽ ഒരു വ്യക്തി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവരെക്കാൾ മികച്ചതായിട്ട് അത് എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു 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 മുന്നേ കാണാനുള്ള കാഴ്ചപ്പാടുകൾ അവരിലേക്കുണ്ട്. അത് എനിക്ക് മനസ്സിലായതാണ്. മുന്നേ വരാൻ പോകുന്നതിന് പറയുന്നതും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ ആളുടെ ചിന്താഗതികൾക്കനുസരിച്ച് അവരോട് പെരുമാറുന്നു, അതിനവർ റിപ്പീറ്റ് ആയിട്ട് മറുപടി തരുന്നു. അതാണ് ഇത്. ശരിക്കും മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ഉപകാരപ്രദമായ കുറേ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ കളിയാക്കിയിടുക എന്നൊക്കെ പറയുമ്പോൾ ആ കളിയാക്കുന്നവരുടെ മനസ്സാണ് അത്. ഒരു മനുഷ്യനെ കളിയാക്കിയിടണം എന്നുള്ളത് തോന്നുന്നത് അവരുടെ മനസ്സാണ്. അപ്പോൾ അവരാണ് ആ വ്യക്തിയിലേക്കാണ് ആ ചിന്തകൾ ഉണ്ടാകുന്നത്. ഒരാൾ നല്ലത് പറയുമ്പോൾ അവരിലേക്ക് ആ നല്ലത് ഉണ്ടാവും. ഇപ്പം ഈ നെഗറ്റീവും പോസിറ്റീവും എന്നും പറയുകയാണെങ്കിൽ ഈ നാഗരിക പറയുകയുണ്ടായി ഞാനൊരു സമൂഹത്തെ വാർത്തെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും നാഗ എപ്പോഴാണോ ലൈവ് ഇടുന്നത് അപ്പം തന്നെ പോയി നോക്കും. ശരിക്കും എന്താ പറയുക, ഇപ്പോൾ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരാളിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും അവരോട് സംസാരിക്കാൻ തോന്നും. അപ്പോൾ ഒരാൾ നല്ലത് പറഞ്ഞ് കേൾക്കാൻ അത് മാത്രമല്ല അത് ചിന്തിക്കേണ്ടതാണ്. അവർ എന്താ പറയുക ഈ മീഡിയ ഈ ലോകം മുഴുവൻ അറിയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഓരോ ആളും ഓരോ കമൻറ്റ് എഴുതുമ്പോഴും നല്ലതായാലും മോശമായാലും ആരും മുന്നിൽ ഞാൻ വലുത് അല്ലെങ്കിൽ പിന്നെ മോശം എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടില്ല. അവരവരുടെ മനസ്സിനെ ഇതൊന്നാകാം മറ്റുള്ളവരിലേക്കും കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എന്നുള്ള സത്യസന്ധമായ വാക്കാണ് എൻ്റേത്. ഓക്കെ എന്നാൽ